വാഴൂരിന്റെ കഥ തുടങ്ങാമല്ലേ? നമ്മുടെ നാടിന്റെ കഥ നമ്മൾ അറിയണ്ടേ? വാഴുമൂരാണത്രേ വാഴൂരായി പരിണമിച്ചത്. പാർവതി പരമേശ്വരന്മാർ ശ്രീകോവിലിൽ കിരാട കിരീടികളുടെ രൂപത്തിൽ കുടികൊള്ളുന്ന അടുത്തടുത്ത ഇരട്ട വിഗ്രഹങ്ങളുള്ള കൊടുങ്ങൂർ ദേവി ക്ഷേത്രത്തിന് 600-ലധികം വർഷം പഴക്കം കാണണം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കളിത്തട്ട് ക്ഷേത്ര പരിസരത്ത് നിലകൊള്ളുന്നു. ഉത്സവകാലത്ത് ഇവിടെ അരങ്ങേറിയിരുന്ന ഐവർ കളി നിലച്ചുപോയി ചരിത്ര സ്മരണയായി. 70 കൊല്ലം മുമ്പ് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന കാർത്യായനി ആന ഒരു കുട്ടിക്കൊമ്പന് ജന്മം നൽകിയതും ആനക്കാരന്റെ അശ്രദ്ധയിൽ കുട്ടിക്കൊമ്പൻ മരണമടഞ്ഞതും വൻ വാർത്തയായിരുന്നു. കാർത്യായനിയുടെ ദീനത കലർന്ന അലർച്ച പ്രായം ചെന്ന തലമുറ ഇന്നും സ്മരിക്കുന്നു. കൊടുങ്ങൂർ ദേവി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം മീനമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് നടക്കുന്നത്. 10 ദിവസത്തെ ഉത്സവം കാവടിയാട്ടത്തിന് പ്രസിദ്ധവുമാണ്. ശ്രീകോവിലിൽ ഒരു ഭഗവതി അല്ലെങ്കിൽ ദേവി ക്ഷേത്രമാണെങ്കിലും പ്രധാന ആരാധനാ മൂർത്തികൾ കീരാതൻ, കേരത്തി, കിരാത രൂപത്തിലുള്ള ശിവനും പാർവതിയുമാണ്. കിഴക്കോട്ട് ദർശനമായാണ് പ്രതിഷ്ഠ. ഗണപതി, ശാസ്താവ്, നാഗരാജാവ്, നാഗയക്ഷി, നാഗചാമുണ്ടി, 2 രക്ഷകൾ എന്നിവയാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി തികച്ചും ഗ്രാമീണ വിശുദ്ധി കാത്തുസൂക്ഷിച്ച് പ്രകൃതിയുമായി ഇഴചേർന്ന് നിൽക്കുന്നു. ഏതു കടുത്ത വേനലിലും വറ്റാത്ത ക്ഷേത്രച്ചിറയും തലയെടുപ്പോടെ തണലൊരുക്കി നിൽക്കുന്ന ആൽമരങ്ങളും ആചാരപ്പെരുമയിൽ നിലനിൽക്കുന്ന ഐവർ കളിയുടെ പുണ്യം പേറുന്ന കളിത്തട്ടും ചുമർചിത്രങ്ങളും എല്ലാം കൊടുങ്ങൂരിന്റെ മണ്ണിന് ഗ്രാമീണ ഭംഗി നൽകുന്നു. മലയാള നാട്ടിലെ ഏറ്റവും വലിയ പിടിയാന പൂരവും ഇവിടെ നടക്കുന്നു. 9 പിടിയാനകൾ അണിനിരക്കുന്ന ഗജമേളയും ആനയൂട്ടും ദേശീയ മാധ്യമങ്ങളിൽ വരെ കൊടുങ്ങൂരെ പെൺപൂരത്തിന്റെ പ്രസക്തി ഒരുപാട് തവണ വാർത്തകളാക്കിയിട്ടുണ്ട്. പൂരപ്രേമികൾക്ക് ഒരു നവ്യാനുഭവം കൂടിയാണിത്.